അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങൾ നബിദിനമാഘോഷമായി ചർച്ചയിലും തർക്കത്തിലും നടക്കുന്ന നിങ്ങളോട് എനിക്കൊരു കാര്യം പറയട്ടെ. നബിദിനം ആഘോഷിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ജീവിച്ചാണ്. അത് 12 മാസം കഴിയുമ്പോൾ ഒരു ദിവസത്തിൽ റബീഉൽ അവ്വൽ 12 വരുമ്പോൾ മാത്രമല്ല. ആഘോഷിക്കുന്നത് എങ്ങനെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ജീവിക്കലാണ് നബിദിനം എന്നാൽ. ഓരോ മനുഷ്യനും, ഓരോ മുഅ്മിനായ മനുഷ്യനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി അദ്ദേഹത്തെ പോലെ ജീവിക്കുമ്പോഴാണ് അള്ളാഹുവിലേക്ക് നമുക്കെത്താൻ കഴിയുന്നത്, സിറാത്തുൽ മുസ്തഖീം പാലം കടക്കാൻ കഴിയുന്നത്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ നിങ്ങൾ ജീവിക്കുക എന്നത് നമസ്കാരം മുറ പോലെ നമസ്കരിക്കുമ്പോഴാണ്. ഏത് ജോലി തിരക്കായാലും എത്ര ജോലിയിലായാലും അള്ളാഹുവിൻ്റെ വാങ്കുവിളി കേൾക്കുമ്പോൾ നിങ്ങൾ പള്ളികളിലേക്ക് ഓടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത് സുന്നത്ത് നമസ്കാരം വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. എല്ലാ നമസ്കാരത്തിലുള്ള സുന്നത്ത് നമസ്കാരം നിർബന്ധമായിട്ടും ചെയ്യുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം കാണിക്കുന്നത്. പള്ളികളിലിരിക്കുന്ന ഖുർആൻ എടുത്ത് ഒരു സമയം ഖുർആൻ ഓതിക്കൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഓതുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത്. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുമ്പോഴാണ് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത്. നിങ്ങളുടെ ഏത് പ്രയാസങ്ങൾ വന്നാലും വിഷമങ്ങൾ വന്നാലും അള്ളാഹുവിലേക്ക് ഭാരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ കഴിയുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ എങ്ങനെ നിങ്ങളെ അല്ലാഹു തആല സഹായിക്കാൻ കഴിയും? അതുകൊണ്ട് നിങ്ങൾ പള്ളികളിൽ നിസ്കരിച്ച് കഴിയുമ്പോൾ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയും ദുആ ചെയ്യുകയും അള്ളാഹുവിലേക്ക് ഒറ്റയ്ക്കായിട്ട് ഓടിയെടുക്കുകയും ചെയ്യുക. എത്ര ദൂരത്തിരക്കാണെങ്കിലും നമസ്കാരം ജമാഅത്തായിട്ട് പള്ളിയിൽ പോയി നമസ്കരിക്കാൻ കഠിനമായി പരിശ്രമിക്കുക. പോകാൻ പറ്റാത്തപ്പോൾ അതിനെ ഓർത്ത് വിഷമിച്ചുകൊണ്ട് ദിക്റ് ചൊല്ലി ജോലി സ്ഥലങ്ങളിൽ നമസ്കരിക്കുക. അള്ളാഹു മതം കൊണ്ട് ആരുടെ മേലിലും ഭാരം ഏൽപ്പിച്ചിട്ടില്ല. 5 നേരം മുറ പോലെ നമസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക, എല്ലാ മനുഷ്യരോടും സ്നേഹത്തോട് പെരുമാറുക, എല്ലാവരും ഒറ്റയ്ക്ക് അള്ളാഹുവിലേക്ക് ഓടിയെടുക്കുക. ഇത് ഖിയാമത്ത് നാളാണ്. ഞാൻ നിലകൊണ്ടിരിക്കുന്ന എൻ്റെ സമുദായം അഹ്ലു സുന്നത്തെന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം വരുന്ന എൻ്റെ സമുദായത്തിലെ ജനങ്ങളെ ദജ്ജാലിൻ്റെ ഫിത്ന ബാധിച്ചിരിക്കുകയാണ്. പണ്ഡിതന്മാർ അവരെ അടിമകളാക്കി വെച്ചിരിക്കുകയാണ്. അവർ സത്യം അറിയുന്നില്ല. സത്യം അറിയണമെങ്കിൽ സത്യം അറിയിച്ചവരോട് മാത്രമേ സത്യം അറിയിക്കാൻ കഴിയത്തുള്ളൂ. സത്യമെന്നാൽ അള്ളാഹുവാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടി അള്ളാഹുവിനെ കണ്ടുകൊണ്ട് സംസാരിക്കുന്നവരാണ് പണ്ഡിതന്മാർ. അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യകൾ മുറുകെ പിടിക്കും.